സ്വാഗതം ഫസ്റ്റ് റൗണ്ട് അപ്പിലേക്ക്. താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ പ്രതികളായ 5 വിദ്യാർത്ഥികളും SSLC പരീക്ഷ എഴുതി. കോഴിക്കോട് വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിലാണ് പ്രത്യേക സൌകര്യമൊരുക്കിയത്. മറ്റുള്ള കുട്ടികൾക്കും കുറ്റം ചെയ്യാൻ പ്രചോദനം നൽകുന്ന നടപടിയാണിതെന്ന് ഷഹബാസിന്റെ പിതാവ് ആരോപിച്ചു. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ജുവനൈൽ ഹോമിലേക്ക് മാർച്ച് നടത്തി. വ്യാപക പ്രതിഷേധങ്ങൾക്കിടെയാണ് ഷഹബാസ് കൊലപാതക കേസിലെ പ്രതികളായ 5 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. ഇവരെ പാർപ്പിച്ച കോഴിക്കോട് വെള്ളിമാടുകുന്ന് ജുവൈനൽ ഹോമിലേക്ക് KSU ആണ് ആദ്യം പ്രതിഷേധവുമായി എത്തിയത്. ഇവരെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ MSF പ്രവർത്തകരുമെത്തി. ഇടവേളകളിൽ ഒന്നിന് പിറകെ ഒന്നായി യൂത്ത് കോൺഗ്രസ്, MSF, KSU പ്രവർത്തകർ പലതവണ പ്രതിഷേധിച്ചു. ചിലർ മതിൽ ചാടിക്കടന്ന് ജുവൈൽ ഹോമിനകത്ത് കയറി. പ്രതിഷേധക്കാരെ മുഴുവൻ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കിയിരുന്നു. ഇവരെ സ്കൂളിലെത്തിച്ച് പരീക്ഷ എഴുതിക്കുന്നതിൽ സുരക്ഷാ പ്രശ്നമടക്കം വിലയിരുത്തിയാണ് വെള്ളിമാടുകുന്ന് ഒബ്സർവേഷൻ ഹോമിൽ തന്നെ പരീക്ഷയ്ക്കായി പ്രത്യേകം സൌകര്യമൊരുക്കിയത്. പ്രതികളായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചത് തെറ്റായ സന്ദേശം നൽകുമെന്ന് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പറഞ്ഞു. ഇന്നലെയൊക്കെ മെനിയാന്ന് വരെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അവർക്ക് എക്സാം എഴുതാൻ സമ്മതിക്കൂല ഈ ഗവൺമെന്റ്. അവർക്ക് നീതിപീഠം അതിന് ഒരു അനുവാദം കൊടുക്കില്ല. പക്ഷേ ഇന്നത്തെ അവസ്ഥ നമ്മളെ കാര്യം വളരെ വിഷമത. വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ ഷഹബാസിന്റെ കുടുംബത്തെ സന്ദർശിച്ചു. DDE മനോജ് കുമാർ, AEO വിനോദ് എന്നിവരടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് വീട്ടിലെത്തിയത്. പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ലെന്നാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നിലപാട്. SSLC പരീക്ഷ നടക്കുന്ന വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരാനാണ് സാധ്യത. മീഡിയ 1 കോഴിക്കോട്. ഷഹബാസിന്റെ കൊലപാതകത്തിൽ കുട്ടികൾക്ക് പുറത്തുനിന്നുള്ള സഹായം ലഭിച്ചെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്ന് കോഴിക്കോട് റൂറൽ SP KE ബൈജു മീഡിയ 1നോട്. ഷഹബാസിന്റെ കുടുംബത്തിന്റെ ആരോപണം പരിശോധിക്കും. കുട്ടികളുടെ ചാറ്റ് ഹിസ്റ്ററി പരിശോധിക്കുന്നുണ്ട്. പ്രതികളായ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള അവകാശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണം നമ്മൾ അവരുടെ വീടുകൾ റെയ്ഡ് നടത്തി കിട്ടിയ ആയുധങ്ങൾ, അതേപോലെ മൊബൈൽ ഫോൺ, അതൊക്കെ നമ്മൾ ഇനിയിപ്പോൾ കോടതി ഹാജരാക്കണം. അതിനുശേഷം അത് സൈബർ സെല്ലിൽ അയച്ചിട്ട് പരിശോധന നടത്തണം. അതിനുശേഷം അവരുടെ ഗ്രൂപ്പിൽ അവരുടെ ചാറ്റ് ഹിസ്റ്ററി എടുത്തിട്ടുണ്ട്. അത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അതുകൂടാതെ CCTV ഫുട്ടേജുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 65B സർട്ടിഫിക്കറ്റ് പ്രകാരം. അതിൻ്റെ അകത്ത് ഈ അവർ വന്ന വാഹനങ്ങൾ, ആ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കൂട്ടം വെച്ചാൽ ഈ ഉപദ്രവിച്ച ആളുകൾ വരാണ്, അവരുടെ കൂടെ ഉള്ള ആളുകൾ ഇൻസ്റ്റിഗേഷൻ വല്ലതും കൊടുത്തിട്ടുണ്ടോ, പ്രേരിപ്പിച്ചിട്ടുണ്ടോ, ആ കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഇപ്പം തന്നെ പേരൻസ് സ്റ്റഡി ലീവ് പീരീഡാണ്. SSLC പരീക്ഷ ആരംഭിച്ചു. കേരളത്തിനകത്തും പുറത്തുമായി 2980 കേന്ദ്രങ്ങളിൽ ആകെ 4,27,021 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഹയർ സെക്കൻഡറി പരീക്ഷ ഉച്ചയ്ക്ക് ശേഷമാണ്. മാർച്ച് മാസം പരീക്ഷാകാലമാണ്. SSLC പരീക്ഷയ്ക്കുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നതിനാൽ വിദ്യാർത്ഥികൾ വളരെ ആത്മവിശ്വാസത്തോടെയാണ് പരീക്ഷാ ഹാളിലേക്ക് എത്തിയത്. ചെറിയ ടെൻഷനൊക്കെ ഉണ്ടോ? മലയാളം 1-ാം ഭാഗം പരീക്ഷയാണ് ഇന്ന് നടന്നത്. കേരളത്തിൽ 2964 കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരുന്നത്. ലക്ഷദ്വീപിൽ 9ഉം ഗൾഫിൽ 7ഉം പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ഗൾഫ് മേഖലയിൽ നിന്ന് 682 വിദ്യാർത്ഥികളും ലക്ഷദ്വീപിൽ നിന്ന് 447 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതുന്നുണ്ട്. 4,44,693 വിദ്യാർത്ഥികളാണ് 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്നത്. മാർച്ച് 26-നാണ് അവസാന പരീക്ഷ. ഉച്ചയ്ക്ക് ശേഷമാണ് ഹയർ സെക്കൻഡറി പരീക്ഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏപ്രിൽ 3 മുതൽ 21 വരെയാണ് മൂല്യനിർണ്ണയ ക്യാമ്പുകൾ. മീഡിയ 1 കൊച്ചി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനെതിരെ രജിസ്റ്റർ ചെയ്ത 3 കേസുകളിൽ ഒന്നിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തി. അനുജൻ അഫ്സാനെയും സുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിലാണ് വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സഹോദരൻ ലത്തീഫിനെയും ഭാര്യ സാജിദയെയും കൊലപ്പെടുത്തിയ കേസിൽ ഇനിയും അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട്. മെഡിക്കൽ കോളേജിലെ സെല്ലിൽ തുടരുന്ന അഫാനെ ഡിസ്ചാർജ് ചെയ്യുന്നതിൽ തീരുമാനമായിട്ടില്ല. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. CBI അന്വേഷണം വേണ്ടെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും പ്രധാന പ്രതികളെ പോലീസ് സംരക്ഷിക്കുകയാണെന്നും നവീൻ ബാബുവിന്റെ കുടുംബം പ്രതികരിച്ചു.
നിലവിൽ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്നും അതിനാൽ CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. CBI അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ നവീൻ ബാബുവിന്റെ ഭാര്യ K. മഞ്ജുഷ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ അപ്പീലാണ് കോടതി തള്ളിയത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. വിഷയത്തിൽ CBI അന്വേഷണത്തിന്റെ ആവശ്യമെന്തെന്ന് അപ്പീൽ പരിഗണിക്കവേ ഡിവിഷൻ ബെഞ്ച് ചോദിച്ചിരുന്നു. അപ്പീൽ തള്ളിയ ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ പറഞ്ഞു. സിംഗിൾ ബെഞ്ച് ഇതൊരു വിധിയുണ്ടായ ശേഷം ഡിവിഷൻ ബെഞ്ച് വിശദമായ വാദം കേട്ട ശേഷം അനുകൂലമായ ഒന്ന് പ്രതീക്ഷയിലായിരുന്നു. വളരെ നിരാശാജനകമായി പോയി, വളരെ ഷോക്കിംഗ് ആയിപ്പോയി ഈ ഒരു വിധി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഹൈക്കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ തന്നെ ഞങ്ങളുടെ തീരുമാനം. കേരള പോലീസിൽ വിശ്വാസമില്ലെന്നും പ്രധാന പ്രതികളെ പോലീസ് സംരക്ഷിക്കുകയാണെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചു. പ്രധാന പ്രതികളെല്ലാം അവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അന്വേഷണം നടക്കുന്നില്ലല്ലോ. കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുമ്പോട്ട് പോയത്. മീഡിയ 1 കൊച്ചി. നവീൻ ബാബു കേസിൽ CBI അന്വേഷണം എന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി PP ദിവ്യ എല്ലാ പ്രതിസന്ധിയെയും ഏതവസരത്തിലും മറികടക്കാനാകണമെന്നും അനീതി കൺകുളിർക്കെ കാണാനുള്ള കരുത്തും അഭിപ്രായം പറയാനുള്ള ആർജവവും ആർക്കും അടിയറവ് വെക്കരുതെന്നുമാണ് പോസ്റ്റ്. പോരാട്ടം തുടരുക തന്നെയെന്ന ചിത്രകാരൻ പൊന്നിം ചന്ദ്രന്റെ വരികളും വരയും ദിവ്യ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആശമാർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. സർക്കാർ നിഷേധാത്മക സമീപനം തുടരുന്നതിനിടെയാണ് സമരം ശക്തമാക്കിയത്. ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസും വിവിധയിടങ്ങളിൽ മാർച്ച് സംഘടിപ്പിച്ചു. സെക്രട്ടേറിയറ്റ് പടിക്കലെ ആശമാരുടെ സമരം 22 ദിവസം പിന്നിട്ടിട്ടും സർക്കാർ അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് സഭാ സമ്മേളനം തുടങ്ങുന്ന ദിവസം നിയമസഭയിലേക്ക് ആശമാർ മാർച്ച് നടത്തിയത്. മുഖ്യമന്ത്രി ഇടപെട്ട് പ്രശ്നത്തിൽ ഉടൻ പരിഹാരം കാണണമെന്ന് MLA KK രമ ആവശ്യപ്പെട്ടു. 26,000 ആശകളെ പ്രതിനിധീകരിച്ചിരിക്കുന്ന വലിയൊരു വിഭാഗമാണ്. ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ സർക്കാരിനാവില്ല. അടിയന്തരമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ച് ഇതിന് പരിഹാരമുണ്ടാക്കണം. സമരം നടത്തുന്ന ആശമാർക്ക് നേരെയുള്ള സർക്കാർ സമീപനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്കും മാർച്ച് നടന്നു. ആശാവർക്കർമാരാണ് കേരളത്തിന്റെ പൊതുശത്രുക്കൾ എന്നുള്ള നിലയിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ഇവരെ ശത്രുക്കളായി കണ്ട് അവർക്കെതിരായിട്ടുള്ള പ്രസ്താവനകളാണ് ഇറക്കുന്നത്. പാലക്കാട്, വയനാട്, മലപ്പുറം ഒഴികെയുള്ള ജില്ലകളിൽ കളക്ടറേറ്റുകളിലേക്കും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് മാർച്ച് നടന്നു. മീഡിയ 1 തിരുവനന്തപുരം. സ്വകാര്യ സർവകലാശാല ബില്ലിനെതിരെ നിയമസഭയിലേക്ക് AESF നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യവൽക്കരണത്തിന് ശ്രമിച്ചാൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സംസ്ഥാന സെക്രട്ടറി കബീർ പറഞ്ഞു. തിരുവനന്തപുരം വർക്കല SN കോളേജിൽ റാഗിങ്ങിന്റെ പേരിൽ 1ാം വർഷ വിദ്യാർത്ഥിക്ക് മർദ്ദനം. 1ാം വർഷ വിദ്യാർത്ഥി ആദിത്യനാണ് മർദ്ദനമേറ്റത്. 6 സീനിയർ വിദ്യാർത്ഥികളെ അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. SFI മുൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് വിശാൽ, SFI യൂണിറ്റ് കമ്മിറ്റി അംഗം അമൽ, SFI പ്രവർത്തകരായ അഭിലാഷ്, മിഥുൻ, യദു, നന്ദു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ വർക്കല പോലീസ് കേസെടുത്തിട്ടുണ്ട്. കായംകുളം MLA U പ്രതിഭയുടെ മകനെതിരായ കഞ്ചാവ് കേസിലെ 2 സാക്ഷികൾ കൂറുമാറി. തകഴി സ്വദേശികളാണ് കഞ്ചാവ് ഉപയോഗം കണ്ടില്ലെന്ന് മൊഴിമാറ്റിയത്. പ്രതിഭയുടെ പരാതിയിലെ അന്വേഷണത്തിലാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുൻപിൽ മൊഴിമാറ്റിയത്. മുണ്ടൂർ വേളക്കോട് ഓയിൽ ഗോഡൌണിന് തീവെച്ച് മുൻ ജീവനക്കാരൻ. സ്ഥാപനത്തിൽ ഡ്രൈവറായി 1.5 വർഷം പ്രവർത്തിച്ച പെരിങ്ങോട്ടുകര സ്വദേശി ടിറ്റോ തോമസ് ആണ് തീവെച്ചത്. സ്ഥാപനത്തിൽ നിന്നും പിരിച്ചുവിട്ടതിന്റെ വൈരാഗ്യത്തിലാണ് തീയിട്ടതെന്ന് പ്രതിമൊഴി നൽകി.
ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ടിറ്റോ തോമസ് ഗൾഫ് പെട്രോൾ കെമിക്കൽസ് എന്ന ഓയിൽ കമ്പനിക്ക് തീവച്ചത്. പേരാമംഗലം പോലീസിൽ കീഴടങ്ങി ടിറ്റോ തീവച്ച വിവരം പറയുകയായിരുന്നു. ഓയിൽ പാത്രങ്ങളുടെ കണക്കെടുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഫെബ്രുവരി ആദ്യവാരം കമ്പനിയിൽ നിന്നും പിരിച്ചുവിട്ടു. തുടർച്ചയായി ഉടമ സ്റ്റീഫനെ കണ്ട് ജോലിയിൽ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് മാർച്ച് 1-ാം തീയതി മുതൽ ജോലിയിൽ പ്രവേശിച്ചോളാൻ പറഞ്ഞു. എന്നാൽ ടിറ്റോ 1-ാം തീയതി ജോലിക്കെത്തിയില്ല. ഇന്നലെ രാത്രി സെക്കൻഡ് ഷോ കണ്ട ശേഷം സ്വന്തം വണ്ടിയിൽ കമ്പനിയിലെത്തി. ഓയിൽ ബാരൽ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തുളച്ച് ലൈറ്റർ ഉപയോഗിച്ച് തീ കൊളുത്തി. പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ട് നാട്ടുകാരാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നത്. കുന്നംകുളം, തൃശൂർ, ഗുരുവായൂർ എന്നിവിടങ്ങളിലെ 8 ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ കെടുത്തിയത്. കമ്പനി പൂർണ്ണമായും കത്തുകയും സമീപത്തെ റബ്ബർ തോട്ടത്തിന് തീപിടിക്കുകയും ചെയ്തു. കോടികളുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. മീഡിയ 1 തൃശൂർ. ഇസ്രായേലിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിക്കവേ ജോർദാൻ അതിർത്തിയിൽ സൈന്യത്തിന്റെ വെടിയേറ്റ് തിരുവനന്തപുരം തുമ്പ സ്വദേശി കൊല്ലപ്പെട്ട സംഭവത്തിൽ വിശദീകരണവുമായി ഏജന്റ് ബിജു. കൊല്ലപ്പെട്ട തോമസ് ഗബ്രിയേലിന്റെയും ഭാര്യ സഹോദരൻ എഡിസണിന്റെയും വിസിറ്റിംഗ് വിസയ്ക്കുള്ള തുക വാങ്ങിയാണ് കൊണ്ടുപോയത്. ജോർദാനിലെത്തിയ ശേഷം ഇസ്രായേലിലേക്ക് ഇവരെ കൊണ്ടുപോയ ശ്രീലങ്കൻ പൗരനെ അറിയില്ലെന്നും ബിജു പറഞ്ഞു. തോമസ് ഗബ്രിയേൽ പെരേരയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട അടൂർ പ്രകാശ് MP കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് കത്തെഴുതി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കെതിരെ വിവാദ പരാമർശവുമായി കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദ്. രോഹിത് കായിക താരത്തിന് ചേരാത്ത തരത്തിൽ തടിയനാണെന്നും ഇന്ത്യ കണ്ട മോശം ക്യാപ്റ്റന്മാരിൽ ഒരാളെന്നുമായിരുന്നു പ്രസ്താവന. എന്നാൽ പ്രസ്താവനയ്ക്ക് പിന്നാലെ വിമർശനമുയർന്നതോടെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. കളിക്കാരുടെ കായികക്ഷമതയെക്കുറിച്ചാണ് താൻ പറഞ്ഞതെന്നാണ് ഷമാ മുഹമ്മദിന്റെ വിശദീകരണം. ഇന്ത്യയുടെ നേട്ടങ്ങളിലും വിജയങ്ങളിലും കോൺഗ്രസിന് അസൂയെന്ന് BJP ആരോപിച്ചു. താരങ്ങളുടെ സംഭാവനകളെ കോൺഗ്രസ് ബഹുമാനിക്കുന്നുവെന്നും ഇത്തരം പ്രസ്താവനകൾ അംഗീകരിക്കാനാകില്ലെന്നും കോൺഗ്രസ് വക്താവ് പവൻ ഖേഡ പ്രതികരിച്ചു. ഫസ്റ്റ് റൗണ്ട് പൂർണ്ണമാകുന്നു.